നാനോ ആൻഡ് എ ഐ സർജറിയിലൂടെ നമ്മൾ പല സർജറികളും കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചു. ഹേർട്ട് സർജറിയെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. ഹേർട്ട് ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ്, അങ്ങനെ പല ട്രാൻസ്പ്ലാന്റ്സും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് ചെയ്യാറുണ്ടോ, എന്നാൽ ചെയ്യാൻ പറ്റുമോ, അത് സക്സസ് ആവുമോ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത്. നാനോ ആൻഡ് എ ഐ സർജറി നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അരുൺകുമാർ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഞാൻ ചോദിക്കുന്നത്, ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് പല സർജറീസും ഉണ്ട്, അതുപോലെ പല ട്രാൻസ്പ്ലാന്റും ഉണ്ട്. പക്ഷേ ഇന്ന് വരെയും ആൾക്കാർ തല മാറ്റി വെച്ച് സർജറി ചെയ്തിട്ടില്ല. കാരണം അത് ഭയങ്കര ഒരു പറ്റാത്തൊരു കാര്യമാണെന്ന് പറയുന്നു. പക്ഷേ ഡോക്ടർ പറയുന്നു ബ്രെയിൻ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. 100%. എങ്ങനെയാണ്? ഇപ്പോൾ ചാനലൊക്കെ ഹൃദയം മാറ്റിവെച്ചെന്നൊക്കെ നമുക്ക് കാണിക്കുന്നത്. ഹൃദയം ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 50-55 കൊല്ലം മുമ്പ് ക്രിസ്ത്യൻ ബെർണാഡാണ് മാറ്റിയത്. സൗത്ത് ആഫ്രിക്കൻ അമേരിക്കയിൽ പോയത് ചെയ്തതാണത്. ചെയ്ത് അദ്ദേഹം ഡോക്ടർ ഡെൻഡൽ കോരിയും ഡോക്ടർ മൈക്കൽ ഡെബാക്കിരി അദ്ദേഹം അത് കൂടെ നിന്ന് തിരിച്ച് പുള്ളി സൗത്ത് ആഫ്രിക്ക വന്നാണ് ചെയ്യുന്നത്. വലിയ അന്ന് 60s വലിയ ന്യൂസാണ്. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിഡ്നി എല്ലാം. നമ്മുടെ തലച്ചോറ് മാത്രം എന്ന് പറഞ്ഞാൽ നമ്മളൊരു തല നമ്മൾ വെട്ടിമാറ്റി ഒരാളുടെ തലയിൽ നമുക്ക് വെച്ച് മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്തിരിക്കില്ല. കാരണം നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഞരമ്പ് ഒരിക്കലും യോജിക്കില്ല. പക്ഷേ ബ്രെയിനിനെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. അതിനാണ് നമ്മൾ നാനോ സർജറി എന്ന് പറയുന്നത്. പുതിയൊരു കാര്യം. എന്താണ് ഈ നാനോ സർജറി? അതിന് ഏകദേശം 2016 കാലഘട്ടത്ത് ഡോക്ടർ സെർജിയോ കനവേറ വേൾഡിൻ്റെ ഏറ്റവും ടോപ്പ് ന്യൂറോ സർജനാണ്. ഡോക്ടർ റോബോട്ട് വൈറ്റാണ് 60s 60കളിൽ ഈ റീസസ് മങ്കി കുരങ്ങിൻ്റെ ഒരു റീസസ് മങ്കിയുടെ തലച്ചോർന്ന് വെട്ടിമാറ്റി മറ്റുള്ള വെച്ച് ഏകദേശം അത് ഒരു 5-6 മണിക്കൂർ ജീവിച്ചുള്ള മുമ്പ് മരണപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം 30 കൊല്ലത്തോളം അത് മനുഷ്യൻ്റെ തലച്ചോറ് ഇങ്ങനെ മാറ്റി വയ്ക്കാമെന്ന് അദ്ദേഹം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയില്ല, മരണപ്പെട്ടു പോയി. അതിനുശേഷം ഏകദേശം 2016 ഡോക്ടർ സെർജിയോ കനവേറ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ന്യൂറോ സർജനാണ്. പുള്ളി വളരെ ടോപ്പാണ്. പുള്ളി ആളുടെ ഒരു പാരാലൈസ്ഡ് ഒരു പേഴ്സൻ്റെ തലച്ചോറ് മാറ്റി വയ്ക്കാൻ വേണ്ടി വലിയ ന്യൂസായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം ചെയ്തില്ല. അത് ഏകദേശം 10 കൊല്ലം മുമ്പ്. നാനോ സർജറി എന്ന് പറഞ്ഞാൽ പുതിയൊരു ഏരിയയാണ്. പുള്ളി അതിൽ ചെയ്യാൻ വേണ്ടി, പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവണം. ഇപ്പോൾ AI വന്നുകൊണ്ട് ഇനി എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ ഹെഡ് അനസ്റ്റമോസിസ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോട്ടോകോൾ. ഞാൻ ടെസ്റ്റ് ആയിട്ട് പറയാം, കുറേ ഉണ്ട്. നമ്മൾ ആദ്യം ബ്ലഡ് വെസൽ രക്തക്കൊല്ലുകൾ ഫിക്സ് ചെയ്യണം. പക്ഷേ മെയിനായിട്ട് ഫിക്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രെയിൻ സ്റ്റെമ്മാണ്, സ്പൈനൽ കോഡ്. അവിടെയാണ് ഫിക്സേഷൻ നടക്കാത്തത്. അതിന് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യം ഈ സ്കാൽപ്പൽ ഉപയോഗിക്കുന്നത് ഡയമണ്ടോയിഡ് എന്ന് വെച്ചൊരു സ്കാൽപ്പലാണ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്കാർ ടിഷ്യൂ വളരെ കുറവായിരിക്കും. സ്കാർ ടിഷ്യൂ കുറഞ്ഞാൽ ഫിക്സേഷൻ എളുപ്പമാണ്. എന്നിട്ട് ഒരു നാനോ സ്കാഫോയിഡ് ജെൽ ഇഞ്ചെക്ട് ചെയ്യും. ഞാൻ പറയുമ്പോൾ എളുപ്പമാണ്, ആ ജെല്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വളരെ പാടാണ്. എന്നിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു അൽഗോരിതം വെച്ചാണ് ഈ ഫിക്സേഷൻ നടക്കുന്നത്. ഈ സാധാരണ ഇപ്പോഴത്തെ ഒരു ന്യൂറോ സർജറി മണിക്കൂർ എടുക്കും. പക്ഷേ ഇത് ഒരു 3-4 മണിക്കൂറിന് മുമ്പ് കൂടുതലും റോബോട്ട്സാണ്, നാനോ റോബോട്ട്സാണ് ഫുള്ളും ചെയ്യണം. റോബോട്ട്സ് അകത്ത് പോയി ഓരോ ന്യൂറോൺസിനെയും അത് ഫിക്സ് ചെയ്യും. ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. ഓരോ ന്യൂറോൺസിനെയും ബില്യൺസ് ഓഫ് നാനോ റോബോട്ട്സ് തന്നെ നാനോ ബോട്ട്സ് എന്ന് പറയും, ഫിക്സ് ചെയ്ത് ഒരേപോലെ ഫേസ് ചെയ്ത് ഏകദേശം ഒരു 2 ദിവസം ആകുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് പുള്ളിക്ക് നടക്കാൻ പറ്റും. പുള്ളിയുടെ ശരീരം വേറെ, ബ്രെയിന് വേറെ. ബ്രെയിൻ മാത്രമല്ല മാറ്റുന്നത്, തല മൊത്തത്തിൽ മാറ്റും, ബ്രെയിൻ മാത്രമല്ല. അപ്പോൾ പിന്നെ മുഖം എല്ലാം മാറും. എല്ലാം മാറും. അതിൻ്റെ ഫുൾ പ്രോട്ടോകോൾ ഹെഡ് അനസ്റ്റമോസിസ് വെഞ്ചർ എന്നാണ് പറയുന്നത്. അമേരിക്കൻ ഡിഫൻസ് പെൻറ്റഗണിൻ്റെ ക്ലാസിഫൈഡ്. അതാണ് ട്രംപ് ഇടയ്ക്കും പറഞ്ഞത് വലിയ പ്രോജക്ട്സാണ് വരാൻ പോകുന്നത്. ഇതിനെ കൂടുതലും അമേരിക്കയിൽ തന്നെ റിപ്പബ്ലിക്കൻ പ്രസിഡൻസാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അവർ കൂടുതലും ഇത് കുറേ അവർ കൊമേഴ്ഷ്യലൈസ് ചെയ്യും. നമ്മളെല്ലാം ചോദിക്കും ഇന്ത്യയിലെപ്പം വരും. ഇപ്പോൾ പഴയ പോലെ ഇപ്പം ഒരു ടെക്നോളജി വന്നാൽ ഇന്ത്യയിലെപ്പം ഒരു മാസം കഴിഞ്ഞ് വരും, പെട്ടെന്ന് വരും. ഇത് നമുക്ക് ഈ ഒരു ടെക്നോളജി വന്നാൽ എല്ലാവർക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് കിട്ടണം. പാവങ്ങൾ, സാധാരണക്കാർ, പണക്കാർ. എന്നാലേ ടെക്നോളജി ഈ നാനോ വരുമ്പം എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കിട്ടും. അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോട്ടോസ്റ്റേറ്റ് മെഷീൻ വാങ്ങിക്കണ കോസ്റ്റ്ലി ഉള്ളൂ, പിന്നെ ഓരോ ഫോട്ടോസ്റ്റേറ്റ് എടുക്കാൻ ചീപ്പാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും അതാണ് നാനോടെ. ഇത് പല ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനും ചീപ്പാണ് നാനോട് വരുമ്പോൾ. നമുക്ക് ആദ്യത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഒരു നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ കെട്ടണതിൻ്റെ കാശ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വരുമ്പോൾ തന്നെ ഇപ്പം തന്നെ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നേരത്ത് തന്നെ പിന്നെ നമ്മളെ ബോഡി അദ്ദേഹത്തിൻ്റെ ബോഡി വേറെ, നമ്മൾ തല വേറെയാണ്. അപ്പം ബോഡി വേറെ വരെയാണ്. അപ്പം പഴയ പോലെ തന്നെ പുള്ളിക്ക് എല്ലാം ഫിക്സ് ചെയ്ത്. അപ്പം ഒരു ചെറുപ്പക്കാരൻ്റെ ബോഡി ആകുമ്പം വിത്തിൻ ഒരു ഏകദേശം 3 to 4 വീക്സിനകം പുള്ളി ഓട്ടോമാറ്റിക്കലി പഴയലോട്ട് പോവുകയാണ്. കാരണം ഞാനോല് വെച്ച് ഓരോ കോശങ്ങളെ നമ്മൾ ന്യൂറോൺസിനെ വർക്കൗട്ട് ചെയ്യുകയാണ്. ഓരോ ന്യൂറോൺസിനെ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോൾ എൻ്റെ ബ്രെയിനാണ് മാറ്റേണ്ടി വന്നത്. പക്ഷെ എനിക്കാണ് ജീവിക്കേണ്ടത്, വേറൊരാളുടെ തലയാണ് എൻ്റെ തലയിലോട്ട് വയ്ക്കുന്നത്. പക്ഷെ ഞാനായിരിക്കില്ലല്ലോ പിന്നെ ആ വ്യക്തി എന്ന് പറയുന്നത്. ഇല്ല, ആയിരിക്കൂല.
മഹാവ്യക്തിയാണ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ സാധാരണ മേഡം ഇതെന്ന് പറഞ്ഞാൽ ഈ കോഡിപ്ലേജ് കൈ കാലൊക്കെ തളർന്ന് കിടക്കണവരൊക്കെയാണ് നമ്മൾ ചെയ്യണത്. അപ്പം അദ്ദേഹത്തിന് ഇത് കട്ട് ചെയ്ത് വേറൊരാളുടെ ഒരു ഇപ്പം നല്ല വല്ല ആക്സിഡൻറ്റിൽ മരണപ്പെട്ടവരുടെ ബോഡിയിലോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ആഴ്ച കഴിയുമ്പോൾ പഴയ പോലെ ആയി. പക്ഷേ ബോഡി അദ്ദേഹത്തിന് പഴയതല്ല, വേറെ ആളുടെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിലും പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്ന് പറയുന്നത് അതായി അദ്ദേഹത്തിന്റെ ചിന്താഗതി തന്നെ ബ്രെയിനൊക്കെ സെയിം ആണല്ലേ, ബോഡിയായിട്ട് വലിയ ബന്ധമില്ല. ബോഡിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ മാറ്റുന്നത്. പിന്നെ വേണമെങ്കിൽ തന്നെ നമുക്ക് ബ്രെയിനും മാറ്റി വയ്ക്കാം. ബ്രെയിൻ മാറ്റി വെച്ച് ചിന്താഗതി മാറിപ്പോവും. കറക്റ്റ്. അതൊക്കെ പിന്നെ നമുക്കത് ഇതൊക്കെ ഇപ്പം നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും മേഡം. ഇപ്പം നമുക്ക് ഫുള്ള് വലിയ ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ ഈ നാനോ സർജറി ബ്രെയിനിന് മാത്രമല്ല, പല ഏരിയയാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വരും, ലിവർ ട്രാൻസ്പ്ലാന്റ്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഒക്കെ അങ്ങ് മാറും. ഇപ്പോഴത്തെ പോലെ ഒന്നും അല്ല. ഇപ്പൊ എന്റെ ബ്രെയിൻ ആണ് മാറ്റി വെക്കണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങളായിരിക്കില്ലല്ലോ മറ്റേ ആളുടെ ബോഡിയിലുള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ ബ്രെയിൻ നമ്മളിലോട്ട് വന്നാൽ മാത്രമേ വരവുള്ളൂ. അപ്പം നമ്മളെ ബ്രെയിൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളെ ബ്രെയിൻ നമ്മളിൽ തന്നെ അല്ലേ, ബോഡി വേറെ തന്നെ ഉള്ളു. അപ്പം നമ്മൾ മെമ്മറിയൊക്കെ ബോഡി ആയിട്ട് വലിയ ഇതില്ല, അപ്പൊ കണക്ഷൻസ് ഇല്ല. മാറ്റും. കറക്റ്റ്. ഓക്കെ, ആ ഒരു ബോഡിയിലായിരിക്കും പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ആ ബോഡിയിലായിരിക്കും. നമ്മൾ യൂസ്ഡ് ആവും. ആ ബോഡിയിലേക്ക്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ടെക്നോളജി ആണ് അത് ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ വന്നപ്പോൾ ഓൾമോസ്റ്റ് അതിനുള്ള ഹൈ എൻഡ് അൽഗോരിതം എല്ലാം അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ്. കാൾമാൻ ഫിൽറ്റേഴ്സ് ഹൈ എൻഡ് അൽഗോരിതം ഉണ്ട്. കാരണം പറഞ്ഞാൽ ഇപ്പം തന്നെ കൂടുതലും ഇപ്പം കമ്പ്യൂട്ടേഴ്സിന് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വന്നു, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നപ്പോൾ ബില്യൺസ്, ഈ ന്യൂറോൺസിൻ്റെ ബില്യൺസ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കൽ ഫീസിബിലിറ്റി ആയി ഇപ്പം തന്നെ പലതും. അപ്പം നമ്മളിപ്പോൾ ഗൂഗിളും മെറ്റേ എന്നൊക്കെ പറയണമെങ്കിലും അമേരിക്കൻ ഡിഫൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം, പെൻറ്റഗൺ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഓർഗനൈസേഷനുണ്ട്. അത് വലിയ പ്രോജക്ട്സാണ് ചെയ്യണം. അവർക്ക് ഏകദേശം ഒരു 20-25 നാഷണൽ ലാബുണ്ട്. അവർ എല്ലാ പ്രോജക്ട്സും അവിടെ ചെയ്യണം. ഹൈലി ക്ലാസിഫൈഡ് ആണ്. അതെന്ന് പറഞ്ഞാൽ അതിൽ നമ്മളിപ്പം അത് ചൈനീസും അതേപോലെ വേണം. കാരണം നമ്മളിപ്പോൾ ഒരു ചൈനയിൽ നിന്ന് ഒരു കുട്ടി അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയൊക്കെ നമ്മൾ ഇന്ത്യൻസ് പോയാൽ അവിടെ ജോലി ചെയ്ത് നമ്മൾ ജീവിച്ചങ്ങ് അങ്ങനെ ജസ്റ്റ് അങ്ങ് പോകും. ചൈനയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ഞാനത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ്, അവിടെ പോയിട്ട് ഈ അമേരിക്കൻ നാഷണൽ ഏകദേശം 25 നാഷണൽ ലാബിൽ ഏതെങ്കിലും ഒരു പ്രൊഫസറിൻ്റെ ഒരു പ്രോജക്റ്റിൽ എങ്ങനെയെങ്കിലും അസിസ്റ്റൻ്റ് ആയിട്ടെങ്കിലും നിൽക്കാൻ നോക്കും. വിത്തിൻ 2 ഇയേഴ്സ് ആ ടെക്നോളജി അതേപോലെ അവങ്ങ് എടുത്തുകൊണ്ട് വരും. ചൈനീസ് ഗവൺമെൻറ് പറയും ഇത് കോപ്പി ചെയ്യാൻ എത്ര രൂപയാവുമെന്ന് പറയും. ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ പറയും 20 ബില്യൺ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 9,000 ക്രോസ്. ഒരു 20 ബില്യൺ എന്ന് പറഞ്ഞാൽ 1,80,000 കോടി ആ ഉടൻ കൊടുക്കും ചെയ്യാൻ. അമേരിക്ക കോസ്റ്റ് ഒന്നായിരിക്കും. ഒരു പീസിന് $10 ഇവ $1 എടുക്കും. അതാണ് ചൈന മാർക്കറ്റ് ഫുള്ളും ക്യാപ്ചർ ചെയ്യണത്. ലോകത്തിലെ ആദ്യത്തെ 10 ബാങ്കിൽ ഇപ്പോൾ ചൈനീസ് ബാങ്ക്സാണ് കൂടുതലുള്ളത്. ചൈന എന്ന് പറഞ്ഞാൽ ഭയങ്കര അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ത്രെറ്റാണ് ചൈന. കാരണം പറഞ്ഞാൽ കോപ്പി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോപ്പിയാണ്, ക്വാളിറ്റിയുണ്ട്. നമ്മളൊരു 2 കോടി പീസ് ചെയ്യാൻ പറഞ്ഞാൽ വൈകുന്നേരം 2 കോടി പീസ് വരും. അത്രയും നമ്മൾ മാനുഫാക്ചറിങ്, അതേപോലെ തന്നെ മെഡിസിൻ സർജറി അവിടെ പോകണം. ഇപ്പോൾ തന്നെ നാനോ സർജറി ചൈന ഭയങ്കരമായിട്ട് നോക്കുകയാണ് അവർ ചെയ്യാൻ വേണ്ടി. സർജിയോ കനവേറെ ചൈനയിലാണ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ നമ്മൾ വേണം അത് പറഞ്ഞാൽ ഹൈ എൻഡ് ടെക്നോളജി നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഇന്ത്യ ഇപ്പം നല്ല ഫാറായിട്ട് ഡെവലപ്പ് ചെയ്ത് വരണുണ്ട്. അപ്പോൾ നമ്മൾ പോയി കൂടുതലും ഇപ്പം തന്നെ എനിക്കറിയാം ഇപ്പോഴത്തെ യൂത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ US കാനഡയിലൊക്കെ. അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് സാച്ചുറേറ്റ്. എനിക്കെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോജക്ട്സ് തന്നെ US യൂറോപ്പിലും എനിക്ക് എല്ലായിടത്തും ഒരു നല്ല ബന്ധമുണ്ട്. ഫുൾ നമ്മളെ പ്രോജക്ട്സ് ആയിട്ട് കൂടുതലും വെള്ളക്കാരുമായിട്ടാണ് ബന്ധം. ഇപ്പം നമ്മളെ 3-4 പ്രോജക്ട്സ് പലയിടത്തായിട്ട് ചെയ്യുന്നുണ്ട് നാനോയിൽ തന്നെ. അവരുമായിട്ട് ബന്ധമാണ്. എന്ന് സംസാരിക്കുക, ഇന്ന് രാത്രി നമ്മൾ കോൺഫറൻസ് കോളിൽ വരും. അപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വന്ന് നമ്മുടെ രാജ്യത്തിന്. അപ്പോൾ അവർക്കെന്ന് പറയുമ്പം അവർ പറയുന്നത് അവരെ പഴയ ജനറേഷൻ നമ്മളെ ഉൾക്കൊള്ളും, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഉൾക്കൊള്ളും. അതാണ് ഇപ്പം ആൻറ്റി ഇമിഗ്രൻറ്റ് റൈറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലോട്ട് തിരിച്ചു വന്ന് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വാസ്റ്റ് മാർക്കറ്റാണ്. അപ്പോൾ എനിക്കും പ്രധാനം ഇവിടെ പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് തന്നെ ചെയ്യണമെന്നാണ്. അതാണ് ഇത്രയും കൊല്ലം ഓൾമോസ്റ്റ് 20 years ആയി. ഇന്ന് ഞാൻ നമ്മളതിൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ ഈ ബേസ് ലെവൽ വർക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ ആഗ്രഹപ്രകാരം ഡോക്ടർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. അതുപോലെ നാനോ ആൻഡ് AI മെഡിസിനിലും സർജറിയിലും അതുപോലെ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റും ഒക്കെ നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഒത്തിരി പേര് ഉണ്ട്, ഒരുപാട് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു പോകുന്നവരുടെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് നമുക്കിടയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസമായി തന്നെ ഇതെല്ലാം നടക്കട്ടെ. ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിലല്ലേ വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഇനി അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും എത്താം. നമസ്കാരം.